ഹരിക്കുന്ന മതത്തിന്റെ പേരാണ് ഇസ്ലാം. എന്നാൽ ഈ മനുഷ്യനെയോ ഈ കുഞ്ഞുങ്ങളെയോ നാളെ സ്വർഗത്തിൽ അള്ളാഹു സെപ്പറേറ്റ് വാഴേണ്ട ദിവസം. ഒരു രോഗി ക്യാൻസർ, ഡയാലിസിസ്, വലിയ പ്രശ്നങ്ങൾ, മാനസികാഘാതം, എന്താ പരിഹാരം? ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഒരു മനുഷ്യനോട് അല്ലാഹു ഒരു പ്രത്യേകം ഇഷ്ടമാണെങ്കിൽ ഇബ്തലാഹു ബിമർദി, വലിയ രോഗം കൊടുത്ത് അവനെ പരീക്ഷിക്കും. അപ്പോൾ ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മനുഷ്യനോട് അല്ലാഹുവിന് പ്രത്യേകം ഇഷ്ടമാണ്. ഇതാണ് ഇസ്ലാം. ഒരാൾക്ക് ഡയാലിസിസ് ആണ്, നമ്മളെന്താ പറയാ? ഇപ്പൊ എന്തോ നമ്മളറിയാത്ത എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലാതെ അയാൾക്കത് വരണ്ടയില്ലല്ലോ. അയാൾക്ക് ക്യാൻസറോ? അയാൾ ഇതിനെ മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നല്ല ആളല്ലേ? നല്ല ആളായത് കൊണ്ടാണ് ക്യാൻസർ, നല്ല ആളായത് കൊണ്ടാണ് ഡയാലിസിസ്, നല്ല ആളായത് കൊണ്ടാണ് രോഗം. കാരണം ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ ഇയാൾ ഖബറിൽ നിന്ന് വേദനിക്കരുത്, നരകത്തിൽ നിന്ന് കത്തരുത്, കുറച്ച് പാപങ്ങൾ ഇവിടെയുണ്ട്. അത് എറണാകുളം ലേക്ചറിൽ പോയിട്ട് കീമോ ആയിട്ട് കഴിയണം, റേഡിയേഷൻ ആയിട്ട് കഴിയണം, ഇവിടുന്ന് 4 മുറി മുറിയണം, സർജറിയായി, അതിൻ്റെ വേദന സഹിക്കണം, ഇവിടുന്ന് വെള്ളം കുടിക്കാൻ പറ്റരുത്, ദാഹിക്കണം, അവിടുന്ന് ഹൗദുൽ കൗസർ കൊടുക്കണം. വാസ്തവത്തിൽ ഇസ്ലാമിന്റെ അഖീദ അതല്ലേ? ഇവിടുന്ന് ദുരന്തമുണ്ടായ ആളുകൾക്ക് അവിടെ ദുരന്തം ഉണ്ടാവൂല. ഈ വലിയൊരു വൃത്തം വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇസ്ലാമിന്റെ നീതിയെക്കുറിച്ച്, പടച്ചവന്റെ നൈതികതയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. ഞാനത് പറഞ്ഞതാണ്. മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ, ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ആ വിഷയം. കാശ്മീരിലുള്ള ആസിഫ എന്ന് പറയുന്ന 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു. ആരാന്ന് പറയണ്ടല്ലോ. അപ്പൊ അവര് ചോദിച്ചു, ആസിഫ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അന്ന് വലിയ എക്സ് ഇസ്ലാമിസ്റ്റായ വേറൊരു വ്യക്തി, അവരുടെ പേര് പറഞ്ഞ് കാണണം, അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വലിയൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. എന്താ പ്രശ്നം? ഇനി 8 പ്രതികൾ മുസ്ലിങ്ങളായാൽ അവരും പോവുക സ്വർഗത്തിലേക്ക് തന്നെയല്ലേ? അപ്പൊ ആസിഫൊക്കെ ഇത് ഭയങ്കര ഇറിറ്റേഷൻ ആവൂലേ? നല്ല ചോദ്യമാണ്. ആസിഫയോ സ്വർഗത്തിൽ പോയി, ഇനി ആസിഫാനെ ബലാത്സംഗം ചെയ്ത 8 ആളുകൾ അവരിനി ഇസ്ലാമിലേക്ക് വന്നാൽ അവരും പോവുക എവിടത്തേക്ക് തന്നെയാണ്? ആസിഫ സ്വർഗത്തിലെ ഹോട്ടലിന് ജ്യൂസ് കുടിക്കുമ്പോൾ ഇപ്പുറത്തുണ്ടാവും ഫാലൂദൊക്കെ ഓർഡർ ചെയ്തിട്ട് പ്രതികളും. അതാണ് അവർ പറഞ്ഞതിന്റെ ആകസാരം. അവര് മനസ്സിലാക്കി ഇസ്ലാം അതാണ്. ഹബീബുൻ നജ്ജാർ ആഖിറത്തിലേക്ക് പോവുകയാണ്, മരിച്ചു പോവുകയാണ്, മരണം കണ്ടു. ആരാണ് കല്ലെറിയുന്നത്? അദ്ദേഹത്തിന്റെ എതിരാളികൾ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ എതിരാളികൾ. കല്ലേറ് കൊണ്ട് മരിക്കുകയാണ് ഹബീബുൻ നജ്ജാർ റഹിമഹുല്ലാഹ്. അപ്പോഴല്ലേ ഖീല ഇദ്ഖുലുൽ ജന്ന എന്ന് പറയുള്ളൂ. ഹബീബുൻ നജ്ജാറിനോട് പറയപ്പെട്ടു, സ്വർഗത്തിലേക്ക് വാ, സ്വാഗതം എന്ന് പറയപ്പെട്ടു. അത് പറയപ്പെടണമെങ്കിൽ ദുനിയാവെന്ന് പോകണം. അപ്പൊ ഹബീബുൻ നജ്ജാർ എന്താ പറഞ്ഞറിയോ? ജനങ്ങളെ നോക്കിയിട്ട് ബർസഖിൽ നിന്ന് ദുനിയാവിനോട് സംസാരിച്ച പ്രഭാഷകനാണ് ഹബീബുൻ നജ്ജാർ. ഹബീബുൻ നജ്ജാർ പറഞ്ഞു, ഖാല യാ ലൈത ഖൗമി, എന്നെ എറിഞ്ഞു കൊല്ലുന്ന ഈ ധിക്കാരികളായ ജനത അറിഞ്ഞിരുന്നേനെ, എത്ര നന്നായിരുന്നേനെ. ബിമാ ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എനിക്ക് റബ്ബ് പുറത്തു തന്നതും പദവി വർദ്ധിപ്പിച്ചതും എന്നെ വലിയ പദവി നൽകി അനുമോദിച്ചതും ഇവരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അവരും വിശ്വാസികളാകുമല്ലോ. സ്വർഗത്തിലേക്ക് ഒരാൾ പോകുമ്പോ ശാരീരികമായി മാറ്റം വരുത്തും, മാനസികമായി മാറ്റം വരുത്തും. വൈരമില്ല, പകയില്ല, നിര്യാതന ബുദ്ധിയില്ല, മൈൻഡ് സെറ്റ്. അത് യൂട്യൂബിന്റെ മുമ്പിൽ വന്നിരുന്ന പ്രവാചകനെ കുറ്റം പറയണമെന്ന് മാത്രം നിയ്യത്ത് വെച്ച് ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് ആ മനോദരം മനസ്സിലാവില്ല. ഇസ്ലാമിൽ എല്ലാത്തിനും അതിന് മറുപുറം പറയുന്നു. ഇപ്പൊ ആ സമയത്ത് തന്നെ പറയുമ്പോ പാലക്കാട്ടിലെ മുഅ്മിനത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി ഹജ്ജിന് പോയി ക്രെയിൻ താഴെ വീണ് മരണപ്പെട്ടിരുന്നു. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും.
ആ സമയത്ത് ഇതേ ബിരുദൻ പറഞ്ഞിരുന്നു, സ്വന്തം അതിഥിയെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമില്ലാത്തയാളാണോ മക്കയിലെ അല്ലാഹു? നല്ല ചോദ്യമാണ്. പക്ഷെ അള്ളാഹിന്റെ ഉദ്ദേശം എന്താകാം? മരണം സംഭവിക്കാനൊരു കാരണമുണ്ടാകണം. മുഅ്മിനയോട് പ്രത്യേകം കമ്പം. ഇത് നമ്മളെ വെളുപ്പിക്കുന്നതല്ല. ഇതാണ് ഇസ്ലാം. ഇതാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ മതത്തിന്റെ പേരാണ് ഇസ്ലാം. ഈ മതത്തിനെ ന്യായീകരിക്കേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ. അവര് മനസ്സിലാക്കിയ ഇസ്ലാമിനല്ല. മുഅ്മിനെ ലൈവായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഷഹാദത്തിന്റെ കൂലി കൊടുക്കണം. ബൽഹും അഹിയാഉ ഇൻദ റബ്ബിഹിം വഹും യുർസഖൂൻ. അവിടെ നിന്ന് പട്ട് കൊടുക്കണം, പാല് കൊടുക്കണം, പാരിതോഷികം കൊടുക്കണം, പൊന്ന് കൊടുക്കണം. അവിടെ അന്നെത്തിയ ലക്ഷോപലക്ഷം ആളുകളിൽ നിന്ന് അള്ളാഹു ചിലരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആദിത്യ മര്യാദ കൂടിയത് കൊണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടമായി, ഇനി നിങ്ങൾ ദുനിയാവിന്റെ അടങ്ങറിലേക്ക് പോണ്ട, എൻ്റെ അരികിലേക്ക് വാ മോളെ. ഇതാണ് ഇസ്ലാം. നമ്മളിതിന്റെ ഒരു പുറം മാത്രം കാണും. ദുഃഖിക്കുന്നവന്, സങ്കടപ്പെടുന്നവന് ആർക്കും. ഞാൻ ഈ അടിമത്തം പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. ഞാൻ ചുരുക്കുന്നു. അത് നോക്കൂ, പഴയ കാലം മുതലേ ഈജിപ്തിലുണ്ട്.